നമസ്കാരമുണ്ട്. നാദസ്വരത്തിനെ പറ്റി ഉള്ള ഒരു പ്രസ്താവനയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എന്തായിട്ടാൽ ഈ നാദസ്വരം എന്ന് പറയുന്നത് കരിമരം കൊണ്ട് ഉണ്ടാക്കുന്ന കടഞ്ഞെടുക്കുന്ന ഒരു കുഴലാണ് നാദസ്വരം. ഈ കരിമരം നമ്മുടെ ഈ കേരള സൈഡൊക്കെ കിട്ടാൻ പ്രയാസമാണ്. സകലവും തമിഴ്നാട് വഴിക്കാണ്, തഞ്ചാവൂർ, മായവർ ആ വഴിക്കാണ് ഈ മരം കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് ഉൽപ്പത്തിയായി വരുന്ന ഒരു സാധനമാണ് നാദസ്വരം. ഈ നാദസ്വരം കൊണ്ട് അതിലാണ് ഈ കർണാടക സംഗീതങ്ങളൊക്കെ അഭ്യസിക്കുക എന്നുള്ളതൊക്കെ ആയി വരുന്നത് ഈ നാദസ്വരത്തിൽ കൂടിയാണ്. അതിൽ 7 ദ്വാരമാണ്. 7 ദ്വാരത്തിലാണ് നമ്മുടെ കർണാടക സംഗീതങ്ങളും ഉള്ള മറ്റുള്ളതൊക്കെ ആയി കിട്ടുകയാണ്. അതിൽ അഭ്യസിച്ചിട്ട് അതിലാണ് നാദസ്വരം വായന തുടങ്ങുക. വായിച്ചു കൊണ്ടിരിക്കുന്നതും അതിലാണ്. അത് കാരണം കൊണ്ട് നമ്മുടെ ഇന്ത്യ പൂര എവിടെ നോക്കുകയാണെങ്കിലും ഇതില്ലാതെ കണ്ടുള്ള ഒരു ഉത്സവമോ കാര്യമോ വല്ല ക്ഷേത്രങ്ങളിലോ കല്യാണമോ കാര്യമോ ഏതിനും ഇത് ഉപയോഗിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇത് ഒരു മംഗളകരമായ ഒരു വാദ്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മറ്റുള്ള വാദ്യം പോലെയല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോൾ ഇത് നമ്മൾ ആദ്യം എങ്ങനെയാ പഠിക്കേണ്ടത്? ഇങ്ങനെ ആദ്യം തന്നെ നമുക്ക് നാദസ്വരം വാങ്ങിയിട്ട് അങ്ങനെ ഊതി പഠിക്കുകയാണോ? അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ആദ്യം കുറേ അഭ്യസിച്ച്, അതായത് കർണാടക സംഗീതങ്ങൾ വായ കൊണ്ട് പാടി, അതായത് ഒരുപാട് സംഗതി പറയാനുണ്ടായി. ഒരുപാട് സംഗതികളൊക്കെ പഠിക്കണം. പഠനം കാര്യം അത് ഇതൊക്കെ ഉണ്ട്. അല്ല, പാട്ട് പാടി പഠിക്കുക? പാട്ട് അല്ലല്ല, ആദ്യം ഈ 7 അക്ഷരത്തിലേ സരിഗമപദനിസ സഹനപമഗരിസ ഇതിലാണ് മറ്റുള്ളതെല്ലാ വിഷയങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതായത് സമയോചിതം പോലെ ഓരോരോ അക്ഷരങ്ങൾ അതിൽ ചേർത്തി അത് വീണ്ടും എടുത്ത് പിന്നെ അത് ഉപകരണത്തിൽ എടുക്കുകയാണ്. മനസ്സിലായത്? അല്ലാതെ കണ്ട് ഇത് നാദസ്വരം എന്ന് പറഞ്ഞത് അങ്ങനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഉപകരണങ്ങളുമായില്ല. ഇതിന് വളരെ കണ്ട് പ്രയാസമുണ്ട്. അത് ഏത് വിദ്വാന്മാരോട് ചോദിച്ചാലും പറയും. അത് അങ്ങനത്തെ ഒരു സാധനമാണ് ഈ നാദസ്വരം. അതിനൊരു വില അത് വേറെ തന്നെയാണ്. മറ്റുള്ള മെത്തേഡുമായിട്ടല്ല. അതിന് എപ്പോഴും സ്റ്റാൻഡേർഡാണ് ഈ നാദസ്വരം. അത് അഭ്യസിച്ച് വരാനും വളരെ കണ്ട് പ്രയാസമാണ്. ഏതൊന്നും അഭ്യസിക്കുക. അല്ലാതെ ഈ പുല്ലാങ്കുഴലൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ്. അതും തന്നെ അതുപോലെ. അപ്പോൾ നാദസ്വരം വായിക്കുകയാണെങ്കിലും ഈ ശീവാളി എന്ന് പറയും. അതായത് ഈ നാദസ്വരത്തിൽ ഫിറ്റിങ് ചെയ്തിട്ട് അതിൽ ഊതുകയാണ്. അത് സാധനമാണ് ശീവാളി. ഈ ശീവാളി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നാദസ്വരം വായിക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റില്ല. അപ്പോൾ ഇത് ഒരു പുല്ലാണിത്. ഈ പുല്ലും ആ വഴിക്കാണ് കിട്ടുക, തമിഴ്നാട് വഴിക്കാണ് കിട്ടുക. ഇതിലവർ പുല്ല് കൊണ്ടുവന്നിട്ട് അതിൽ ഒരുപടി പണികളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ശബ്ദിക്കാനൊക്കെ ആകുന്നവരെ അത് ആ പുല്ല് കഷ്ണങ്ങളൊക്കെ ആക്കി അത് ഒരുപാട് പണിയുണ്ടായി ആക്കിയിട്ടാണ് ഈ ശബ്ദം കിട്ടുക. അതിന് നാദസ്വരത്തിന് ഈ ശബ്ദം വരണമെങ്കിൽ ആ പുല്ലുണ്ടെങ്കിലോ പറ്റുള്ളൂ. അതുണ്ടെങ്കിലേ ഉള്ളൂ ഈ നാദസ്വരം വായിക്കാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതാണ് കാര്യപ്പെട്ട ഒരു ജീവനാണത്, ആ പുല്ല്. അതിപ്പോൾ കൂടുതൽ വിലയും ആയി കഴിഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടം. ഏകദേശം എത്ര വില വരുന്നുണ്ടാവും? ഇപ്പൊ നാദസ്വരം വാങ്ങണമെന്നുണ്ടെങ്കിൽ? ഒരു നാദസ്വരം ആണെങ്കിൽ ഒരു 10 ഉറുപ്പോളം വരും. അതെ, 10,000 ഉറുപ്പോളം വരും. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഒരു 8-10 ഉറുപ്പോളം വരും. അതെ, പഴകിയത് വാങ്ങുകയാണെങ്കിലും അതേ റേറ്റ് ഉണ്ടാവും. പുതിയത് വാങ്ങുകയാണെങ്കിൽ പുതിയത് അല്ലേ? സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടും.
4 5 ഉറുപ്പ്യ കൊടുത്താൽ കിട്ടും സെക്കൻഡ്. അതിൻ്റെ അർത്ഥമില്ലല്ലോ നാസറം. അല്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങണത് കൊണ്ട് എന്താ ഇതുള്ളത്? വാങ്ങി ഉപയോഗിക്കാം. സെക്കൻഡ് കിട്ടും, സെക്കൻഡ് കിട്ടും. പക്ഷെ പുതിയതിന്റെ അത്ര വാങ്ങിയിട്ട് പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കേണ്ടി വരും, ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഹാൻഡൊക്കെ അങ്ങനെയാണ്, കുറേ സർവീസൊക്കെ ആയതല്ലേ, അപ്പോൾ പല ഡാമേജുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് വെച്ച് അതൊക്കെ ഒന്ന് തീർത്ത് കിട്ടണം. പുതിയത് വാങ്ങുകയാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് വാങ്ങാം, ഒരു പ്രശ്നമില്ല. ഇതാണ് ഇതിൻ്റെ നാദസ്വരത്തിൻ്റെ ഏകദേശമുള്ള ഒരു മെത്തേഡ്.